ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഷോപ്പിൽ പോകാൻ നിൽക്കുക കേട്ടോ. പക്ഷെ എല്ലാവരും ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അതിന് കാരണം ഞാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഞാൻ മുന്നേ ടോപ്പിൻ്റെ അമ്മയ്ക്ക് അടിക്കാൻ കൊടുത്തായിരുന്നു. ഏതായാലും പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിടാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ കുട്ടിനെ പറഞ്ഞയച്ചായിരുന്നു കേട്ടോ. അതാണ് എല്ലാവരും ഈ വടി പോലെ പോസ്റ്റ് ആയി നിൽക്കണം കേട്ടോ. അത് മാത്രമല്ല, ആ പോക്ക് കുട്ട വേറെ ഇങ്ങോട്ടോ പോയിട്ട് കറങ്ങി തിരിച്ചാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു 8:00 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ വേഗം റെഡിയായി നമ്മൾ ശോഭയിലെത്തിയിട്ടോ. ശോഭയിലെത്തിയപ്പോഴും അവിടെ ഒന്നും വണ്ടി നിർത്താനും സ്ഥലമേ ഇല്ല കേട്ടോ. അതുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. നാളെയാണ് നമ്മൾ ശോഭയത്തെ ഉത്സവം കേട്ടോ. അതിൻ്റേതായിട്ടുള്ള തിരക്ക് അവിടെ കാണാനുണ്ട്. ചുറ്റിനും കടകളാണ്. കടകൾ ഒഴിഞ്ഞൊരു സ്ഥലമില്ല കേട്ടോ അവിടെ. ഉത്സവത്തിന് 2 ദിവസം ഇങ്ങനെയാണെങ്കിൽ ഉത്സവത്തിന് അന്നത്തെ കാര്യം പറയേ വേണ്ട. കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ശോഭയിൽ 2 എൻട്രിയിലും ഇതേപോലെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. വിട്ടുന്ന് കാണുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തിരക്കിലും ഞാൻ മറന്നതും കാരണം ഇച്ചാപ്പൻ്റെ തൊപ്പി എടുക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ആൾക്കൊരു തൊപ്പി മേടിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചാപ്പൻ്റെയൊക്കെ ചെറുപ്പത്തിലൊരു തൊപ്പി ഉണ്ടായിരുന്നു. അതേപോലത്തെ കണ്ണപ്പം ഞാൻ അങ്ങോട്ട് മേടിച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ തൊപ്പി. അപ്പോൾ നമ്മൾ അമ്പലമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കാണാൻ. നമ്മൾ ആൽമരമൊക്കെ കാണണം. അടിപൊളിയാണ്. ഫുള്ള് ലൈറ്റ് ഫിറ്റൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിൽ വരെ കട ഒഴിഞ്ഞിട്ട് സ്ഥലമില്ല കേട്ടോ. അത്രയ്ക്ക് കടകളുമാണ്, അത്രയ്ക്ക് ആൾക്കാരുമാണ്, അത്രയ്ക്ക് ലൈറ്റ് ഫിറ്റുമാണ്. പിന്നെ നമ്മളെ നാടൻ പാട്ടും ഉണ്ട് കേട്ടോ. അത് ഞാൻ കേൾപ്പിച്ചു തരാം. സത്യം പറഞ്ഞ ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹരാണല്ലേ. ജാതി ഇല്ലാണ്ട് മതമില്ലാണ്ട് എല്ലാവരും കൂടി ഒത്തുചേർന്ന് ആഘോഷിക്കണല്ലേ നമ്മൾ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ. പ്രത്യേകിച്ച് നമ്മളെ ശോഭയത്തെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് നാടൻ പാട്ട് കേട്ടോളൂ കേട്ടോ. അപ്പോൾ നാടൻപാടൊക്കെ അടിപൊളിയായിരുന്നു. 10:00 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പാനിപ്പൂരി കഴിച്ചു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ മസ്കാബണിയുടെ ടീമിനെ കണ്ടായിരുന്നു. ഓര് പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ടിട്ട് 2 ആൾക്കാർ ഇവിടെ വന്ന് കഴിച്ചു എന്നിട്ടോ. എനിക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇച്ചാപ്പിന് വരുമ്പോൾ എന്തെങ്കിലും മസ്റ്റാട്ടോ. അപ്പോൾ ഇതാണ് മേടിച്ചത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.